celebrate not just the youngsters and their incredible achievements. We do it in various fields. We want to celebrate people in cinema. We want to celebrate people in the field of art, music, and literature, as well as, of course, the amazing world of influencers as well. And we've divided into categories. We've got some incredible achievers who've joined us to give away the awards. But all of this started as an idea in the brain of a man who's done some amazing work in his career, who's been a true blue inspiration. Ladies and gentlemen, with a loud round of applause, can we welcome the founder, chairman, and CEO of Aries Group, Dr. Sohan Roy. To Garden City University presents Indiewood 30 Under 30. Good evening to all. സത്യം പറഞ്ഞാൽ ഞാനൊരു ഫുൾ ടൈം ഫിലിം പേഴ്സണാലിറ്റി അല്ല, ഒരു പാഷൻ്റെ പുറത്ത് മാത്രം കഴിഞ്ഞ 26 വർഷമായിട്ട് കലയും സിനിമയും മ്യൂസിക്കും ഒക്കെ ആയി പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം പഠിച്ചു കഴിഞ്ഞ് ജോബിന് ജോയിൻ ചെയ്യുമ്പം ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവിടെ വെച്ച് സിനിമ ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ശ്രമം നടത്തി. അന്ന് സാധിച്ചില്ല. 6 മാസത്തോളം ഞാൻ അതിനുവേണ്ടി ഒരു കഠിന പ്രയത്നമൊക്കെ നടത്തി. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ ഒരുപാട് വൈകിപ്പോയി. നമുക്കൊരു മെൻറ്റർ ഒന്നുമില്ല, ആരുമില്ല. പക്ഷെ ഞാൻ തിരിച്ച് എൻ്റെ പ്രൊഫഷനിലേക്ക് വന്നിട്ട് അന്നെടുത്തൊരു തീരുമാനമാണ്, എനിക്ക് സംഭവിച്ചത് മറ്റൊരാൾക്ക് സംഭവിക്കരുത്, എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം. അതിനുവേണ്ടി കുറച്ച് സമയമെടുത്തു. 2000 മുതലാണ് ദുബായ് ബേസ്ഡായിട്ട് യൂത്ത് ഫെസ്റ്റിവൽസ് ആദ്യം ആരംഭിച്ചു. കാര്യം സിനിമയിലേക്ക് പോകുന്നത് തുടക്കത്തിൽ നിന്ന് ഗ്രാസ് റൂട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ടാലൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, മെല്ലെ മെല്ലെ പോകണം. എനിക്കും ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി അന്നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഗൾഫിൽ നിന്ന് തുടങ്ങി ഏറ്റവും മികച്ച യൂത്ത് ഫെസ്റ്റിവൽസ് അവിടെ നടത്തി. അവിടുന്ന് ഇന്ന് ഗൾഫിൽ നിന്ന് വന്ന മിക്കവാറും എല്ലാ ഫിലിം പേഴ്സണാലിറ്റീസും മ്യൂസിക്കിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം ഞങ്ങൾ നടത്തിയ യൂത്ത് ഫെസ്റ്റിവൽസിലൂടെ വന്നവരാണ്. അവിടെ നിന്ന് ഓസ്കാർ വരെ പോയ ആൾക്കാരുണ്ട് അതിൽ നിന്ന് വന്ന. പിന്നീടാണ് ഞാൻ ഫിലിമിലേക്ക് വരുന്നത്. 2006 ഒരു TV ചാനൽ തുടങ്ങിക്കൊണ്ടാണ് വിഷ്വൽ മീഡിയയിലേക്ക് വരുന്നത്. പിന്നീട് 2008 തൊട്ട് സിനിമയുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. 2011 ആദ്യത്തെ മൂവി റിലീസ് ചെയ്യുന്നു. പക്ഷേ അന്നാണ് ഞാനൊരു വലിയ തിരിച്ചറിവ് എനിക്കുണ്ടാവുന്നത്. കാര്യം ഞാൻ എൻ്റെ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് 1.5 വർഷം എടുത്തു ഇന്ത്യയിലെ ആദ്യത്തെ 2D 3D കൺവേർട്ടഡ് പ്രോജക്റ്റാക്കി മാറ്റാൻ വേണ്ടി, ആ കൺവേർഷന് വേണ്ടി 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. കാര്യം എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഒരു 3D മൂവി ചെയ്യുക. പക്ഷേ ദ ടൈപ്പ് ഓഫ് മൂവി മെയ്ഡ് എല്ലാം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മൂവിയിൽ അന്ന് ക്യാമറാമാൻ തന്നെ പറഞ്ഞു ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഷൂട്ട് 3D ക്യാമറ വെച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് 2D 3Dയിലേക്ക് പോയത്. അത് പക്ഷേ ഈ 1.5 വർഷത്തെ എഫേർട്ട് ഇട്ടതിന് ശേഷം, ആദ്യത്തെ ഇന്ത്യയിൽ നിന്നുള്ള 2D 3D കൺവേർട്ടഡ് മൂവി ആയതിനു ശേഷം അത് തിയേറ്ററിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ഡേ ഞാൻ 5 തിയേറ്ററിൽ പോയി അത് കണ്ടു, എൻ്റെ ക്വാളിറ്റി. ദെൻ ഐ റിയലൈസ് ദാറ്റ് ഇന്ത്യൻ തിയേറ്റേഴ്സ് ആർ നോട്ട് റെഡി ഫോർ എ 2D 3D കൺവേർട്ടഡ് പ്രോജക്റ്റ്. ഫസ്റ്റ് ഡേ ഈവനിങ് ഞങ്ങൾ ആ 3D കണ്ടൻറ്റ് വിഡ്രോ ചെയ്തു തിയേറ്റേഴ്സിൽ നിന്ന്. 1.5 വർഷത്തെ എഫേർട്ടാണ്. ഞാൻ അതിനുശേഷം ആ 3D ശരിക്കും കാണുന്നത് സിംഗപ്പൂർ പോയി, ഹോങ്കോങ് പോയി, അവിടെ ഗ്ലോബൽ റിലീസായിരുന്നു. അവിടെ പോയിട്ടാണ് അതിൻ്റെ ക്വാളിറ്റി ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റുഡിയോയിലാണ് അത് കാണുന്നത്. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും വർഷം എഫേർട്ട് ഇട്ട് ഇത്രയും എൻ്റെ ലൈഫ് ലോങ് എൻ്റെ ഏർണിങ്സ് മൊത്തം അതിനകത്തിട്ടിട്ടുണ്ട്. പക്ഷേ അത് മുഴുവൻ സ്ക്രീനിൽ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. ഫിലിം മേക്കേഴ്സ് എല്ലാവരും മൂവീസ് ചെയ്യുന്നു, പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് ആരും കെയർ ചെയ്യുന്നില്ല. ഇത് പല അസോസിയേഷൻ വഴി പറയാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അങ്ങനെ ഞാൻ ക്യാൻസലും എവിടെയൊക്കെ ഇന്ത്യൻ ഫിലിം ഫെഡറേഷൻസ് ഒക്കെ വരുന്ന അവിടെ എല്ലാം പോയി ഇത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, നടക്കുന്നില്ല. അങ്ങനെയാണ് 2015 ഇൻഡിവുഡ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു സിംഗിൾ ഇൻഡസ്ട്രി ആക്കുക, എക്സ്പോർട്ട് ദ പ്രോഡക്റ്റ് വിത്ത് ഇൻ്റർനാഷണൽ ക്വാളിറ്റി സോ ദാറ്റ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ക്യാൻ ഡോമിനേറ്റ് ഹോളിവുഡ്. ഇറ്റ്സ് എ ലോങ് ടൈം വിഷൻ. നോർമലി വിഷൻസ് ആർ 20-year വിഷൻസ്. അപ്പോൾ അതിനെ 5 ഇയേഴ്സിൻ്റെ 4 സ്ലാബ്സ് ആക്കുകയാണ് ചെയ്യുന്നത്. യു വോണ്ട് ബിലീവ് ഫസ്റ്റ് 5 ഇയറിൽ തന്നെ ഞങ്ങളൊരു 100 ടാർഗറ്റ്സ് ചെയ്തത്. എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന്, 6 വിനിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് ഇയർ വി വെൻ ടു രാമോജി ഫിലിം സിറ്റി. ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പോൾ അതിൽ വന്നിട്ടുണ്ടാകും. 20 ഡിഫറെൻറ്റ് ഈവൻറ്റ്സ്, 43 വെന്യൂസ്, 110 കൺട്രീസിലെ സെലിബ്രിറ്റീസ്, ഇവരെല്ലാം വെച്ചുള്ളൊരു കാർണിവൽ, വേൾഡ് കണ്ട ഏറ്റവും വലിയ ഫിലിം കാർണിവലാണ് നമ്മളവിടെ തുടങ്ങുന്നത്. Until COVID started, it was going on. Then we realized that it is too big to conduct in one place.
Then we split these different IPs into different places. New IPs were created. This is today നമ്മൾ ഒരു പുതിയ IP ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. കാര്യം നമ്മൾ ടാലൻറ്റ് ഹൺസ് നടത്തിയെങ്കിലും ഇപ്പോൾ ഓൾറെഡി ആ ടാലൻറ്റ് ഹൺസിലൊക്കെ വന്നവർ ഇന്ന് ഇൻഡസ്ട്രിയിൽ എത്തിയിട്ടുണ്ട്. അവരെ സീനിയേഴ്സ് ഓണർ ചെയ്യുന്നൊരു പ്രോജക്റ്റാണ്. ആ കൺസെപ്റ്റ് അതാണ്, വിത്ത് ഇൻ്റർനാഷണൽ ക്വാളിറ്റി. ഇന്ന് നമ്മളിവിടെ എടുക്കുന്ന കണ്ടൻറ്റ് ഗ്ലോബലി എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത വിഷയം. കാര്യം ഇന്ത്യയിൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് വേൾഡ് അറിയണം. ഇന്ന് ഐ ആം എക്സ്പെക്ടിങ് മിസ്റ്റർ നിവിൻ പോളി ഓൾസോ. കാര്യം ഞങ്ങൾ 2003 നടത്തിയ ടാലൻറ്റ് ഹണ്ടിലൂടെ ഐഡൻറ്റിഫൈ ചെയ്ത റിയൽ ടാലൻസ് ആണ് ഇന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതിൽ ഒരു എക്സാമ്പിളാണ് നിവിൻ പോളി. ഇന്ന് നിവിൻ പോളി വന്നിട്ട് അടുത്ത ജനറേഷനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ഇന്ന് ഇവിടെ ഈ അവാർഡ്സ് വാങ്ങുന്നവരൊക്കെയാണ് നാളെ നമ്മുടെ ഇൻഡസ്ട്രിയെ കൊണ്ടുപോകേണ്ടതും. ഇന്ത്യയുടെ ഈ 20-year വിഷനിൽ വെൻ വി കംപ്ലീറ്റ് 20 years, നൗ വി ജസ്റ്റ് കംപ്ലീറ്റഡ് 10 years ഉള്ളി. പക്ഷേ അടുത്ത 10 years കഴിയുമ്പോഴത്തേക്ക് ദ എൻറ്റയർ ഇൻഡസ്ട്രി ഷുഡ് ബി ഇൻ്റഗ്രേറ്റഡ് സോ ദാറ്റ് വി വിൽ ബി 3 times ബിഗർ ദാൻ ഹോളിവുഡ്. ഞങ്ങൾ അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ ഇത്രയും എഫേർട്ടും ഈ 10 years എക്സ്ക്ലൂസീവ്ലി ഫോർ ഇൻഡിവിഡ് ചെയ്തിട്ട് പോലും ഇന്ന് വരെ ഐ ഹാവൻ ടേക്കൺ എ സിംഗിൾ പെനി ഫ്രം ദ ഇൻഡസ്ട്രി ടു മൈ പോക്കറ്റ്. Absolutely given the passion for the development, but you are all a part of industry. This is your bread and butter. It is your responsibility to make sure that this is taken to new heights. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഗ്രൗണ്ട് വർക്കിൽ ഒരു 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇത് തിയേറ്ററിൻ്റെ വെരി സാഡ് സിറ്റുവേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അവിടെ നിന്നാണ് ഞങ്ങൾ ആദ്യത്തെ ഒരു റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, 4K റെവല്യൂഷൻ ഇൻ ഇന്ത്യ. അതിനുവേണ്ടി കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈവൻ ഒരു ടോപ്പ് 100 സിറ്റീസിൽ വരാത്ത ട്രിവാൻഡ്രത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഏറ്റവും മോശം അവസ്ഥയുള്ള തിയേറ്ററിനെ വി മേഡ് ഇറ്റ് ഇൻ ടു ഇന്ത്യസ് നമ്പർ 1 സ്ക്രീൻ. ഫസ്റ്റ് ഡ്യുവൽ 4K സ്ക്രീൻ ചെയ്യുന്നു. ബാഹുബലി ഫസ്റ്റ് ഒരു 4K പ്രിൻ്റ് ആ തിയേറ്ററിന് വേണ്ടി ഇറങ്ങുന്നു. അവിടെ 3.5 കോടി കളക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കം ആൻ ഐ ഓപ്പണർ ഫോർ ദ തിയേറ്റർ ഓണേഴ്സ്. ദാറ്റ് മീൻസ് നല്ല കണ്ടൻറ്റ് നല്ല തിയേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇനിയും തിയേറ്ററിലേക്ക് വരും. മറ്റേത് എവറി ഡേ ഓരോ സ്ക്രീൻ ഓരോ ദിവസം ഇന്ത്യയിൽ ക്ലോസ് ചെയ്യുന്നൊരവസ്ഥയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് പോലും പകുതി സ്ക്രീൻസ് അപ്പോഴത്തേക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇന്ന് ഞങ്ങൾ തുടങ്ങുമ്പോൾ വെറും 11 സ്ക്രീൻസ് മാത്രമായിരുന്നു തിരുവനന്തപുരത്ത് ഞങ്ങളുടെ തിയേറ്റർ കൂടാതെ. ഇന്ന് അവിടെ 110 സ്ക്രീൻസ് എത്തിക്കഴിഞ്ഞു. ഇതുപോലെയുള്ള റെവല്യൂഷനാണ് ഇന്ത്യ മുഴുവൻ നടക്കുന്നത്. 4K സ്ക്രീൻസ് ആയി കഴിഞ്ഞു. ഇത് 100 ടാർഗറ്റ്സിൽ ഒന്ന് മാത്രമായിരുന്നു. അതിനോടൊപ്പം സ്റ്റുഡിയോ അറ്റ്മോസ് സൗണ്ട് മിക്സിങ് കൊണ്ടുവന്നു. ഏറ്റവും വലുത് നമുക്ക് മൂവി എക്സ്പോർട്ട് ചെയ്യണമായിരുന്നു. ഇന്ന് ഇൻഡിവുഡ് വഴി മാത്രം 30 കൺട്രീസിൽ ഒരു മലയാള മൂവി പോലും നമുക്ക് എത്തിക്കുവാനുള്ള ഡിസ്ട്രിബ്യൂഷൻ പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആനിമേഷൻ സ്റ്റുഡിയോ നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ചെയ്ത് കാണിച്ചു. ഹോളിവുഡ് സ്റ്റുഡിയോസ് അവിടെ കൊണ്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നാഷണൽ ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഇത് എല്ലാം ചെയ്തിട്ട് ഇനിയിപ്പോൾ ദ ലേറ്റസ്റ്റ് വേർഷൻ ഈസ് നമ്മൾ സിനിമയും എഡ്യൂക്കേഷനെയും കൂടി ക്ലബ് ചെയ്യുകയാണ്. അതായത് ഒരു ഗ്ലോബൽ റെവല്യൂഷൻ ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് ഇൻഡിവിഡാണ് തുടക്കം കുറിക്കുന്നത്. ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ഇന്ന് നമുക്ക് വേണ്ടി നമ്മുടെ മെയിൻ സ്പോൺസറായിട്ട് വന്നേക്കുന്ന ഗാർഡൻ സിറ്റി, ഞാൻ കണ്ടിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി. ആർക്കും അറിയില്ല, ബാംഗ്ലൂരിലെ ക്യാമ്പസ് നിങ്ങൾ പോയി കാണണം. അവരിതിൻ്റെ വിഷൻ കണ്ടിട്ടാണ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. കാര്യം ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ഈസ് ഡിഫറെൻറ്റ്. നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഉള്ള ക്യാമ്പസിൽ പോയി ബോറിംഗ് ക്ലാസ്സുകളിൽ ഇരിക്കുന്നതുമല്ല. സിനിമയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്കറിയാം 120 പേജിൻ്റെ ഒരു ഇൻഫർമേഷൻ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് 120 മിനിറ്റ് കൊണ്ട് കൊടുക്കുവാനായിട്ട് ഒരു സിനിമയ്ക്ക് കഴിയും. ക്യാമ്പസിൽ നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഒരു 120 പേജിൻ്റെ പുസ്തകം 1 വർഷം കൊണ്ട് പഠിക്കുന്നു. അതിനെ മാറ്റിയിട്ട് എല്ലാം സിനിമ ഫോർമാറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ AI സഹായത്തോടു കൂടി AI സ്റ്റുഡിയോ എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ ആയിട്ട് ഇപ്പം വിസ്മയെ തന്നെ ഞങ്ങൾ മാറ്റുകയാണ്. ആ AI ലോകത്തിലേക്ക് ഇപ്പോഴുള്ള എല്ലാ ഡയറക്ടേഴ്സിനും നമ്മൾ അതിനുള്ള ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാര്യം നമ്മൾ ഫ്യൂച്ചറിനകത്ത് ഹോളിവുഡ് എവിടെ നിൽക്കുന്നോ അതിനൊരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കണം. അതിനുള്ള പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമ്പസുകളിലെല്ലാം 4K തിയേറ്റേഴ്സ് തുടങ്ങുന്ന വിഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുവേണ്ടി ഞങ്ങൾ തുടങ്ങിയത് ഒരു ട്രൈബൽ സ്കൂളിൽ നിന്നാണ്. ഒരു അട്ടപ്പാടിയിലെ ഒരു ട്രൈബൽ സ്കൂളിൽ നിന്നാണ്. അവിടെയാണ് ഇന്ന് എഡ്യൂക്കേഷൻ റെവല്യൂഷൻ നടക്കുന്ന. അട്ടപ്പാടിയിലെ 3 ട്രൈബൽ സ്കൂൾസിലാണ്. ഇതിൻ്റെ ആദ്യത്തെ ക്യാമ്പസ്, ഇൻഡസ്ട്രിയൽ ബേസ് ക്യാമ്പസ് ഞങ്ങൾ എൻ്റെ ജന്മനാട് പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതൊരു ചെറിയ സിറ്റിയാണ്. അവിടെ തുടങ്ങിയിട്ട് ഇന്ന് എഡ്യൂക്കേഷൻ മേഖലയിൽ എല്ലാവരും അവിടേക്ക് ഒഴുകുകയാണ്. അവിടെ ആ ഫെസിലിറ്റി കാണാൻ വേണ്ടി എല്ലാ സിനിമയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഒരു അടുത്ത റെവല്യൂഷൻ്റെ തുടക്കം നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. അടുത്ത ജനറേഷനുള്ള ടാലൻസിനെ സീനിയർ ടാലൻസ് കൈപിടിക്കുന്നു. അവർ വഴികാട്ടികളാകുന്നു. ഒരുമിച്ച് നമ്മൾ പോകുന്നു. അടുത്ത 10 വർഷം കൊണ്ട് നമ്മളുടെ ഈ വിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കണം,
ഇന്ത്യൻ കണ്ടൻസിന്, അത് സിനിമ മാത്രമല്ല, സിനിമയും എഡ്യൂക്കേഷനും എല്ലാം ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് വരണം. നമ്മൾ സൃഷ്ടിക്കുന്ന കണ്ടൻസ്, അത് എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ, ഇൻഫർടൈൻമെൻ്റ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ഫാഷൻ ആയിക്കോട്ടെ, എവറിത്തിങ്, ഇതിനെ എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വിഷനാണ്. അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തി. ഇൻഡിവുഡ് ബില്യനേഴ്സ് ക്ലബ്ബ് ഇന്ന് ഹൺഡ്രഡ്സ് ഓഫ് ബില്യനേഴ്സാണ് ഈ ക്ലബ്സിൻ്റെ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിലൂടെ ഉള്ളത്. എത്രയോ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ ഇന്ത്യൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇൻവെസ്റ്റേഴ്സായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ബെസ്റ്റ് ടാലൻസ് വരണം. ഇന്ന് നമ്മൾ കാണിച്ചു കഴിഞ്ഞു, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രി, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച ടാലൻസിനെയാണ് കൊടുക്കുന്നത്. ബെസ്റ്റ് കണ്ടൻസ് ഇന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലേക്കാണ് നോക്കുന്നത്. ഞങ്ങൾ ഈ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ 70% ബോളിവുഡും 30% ആയിരുന്നു സൗത്ത്. ഞങ്ങൾ ബോളിവുഡിലേക്ക് പോകാതെ ഹൈദരാബാദിൽ പോയി സൗത്ത് ഫോക്കസ് ചെയ്ത പ്രോജക്റ്റാണ്. ഇന്ന് 70% സൗത്തും 30% ബോളിവുഡുമായിട്ട് മാറി. ഇനിയും നമുക്ക് ഒരുപാട് പോകാനുണ്ട്. ഇനി സൗത്തും ബോളിവുഡും എന്നുള്ള ഡിഫറൻസ് ഇല്ല. ഇനി നമുക്ക് വീണ്ടും ബോളിവുഡിനെ ഇതിനെ എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇൻഡിവുഡ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫോക്കസിലേക്ക് പോകണം. അതിനുവേണ്ടി ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് ഈ ഇൻഡസ്ട്രിയിൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരാണ്. എന്നെ പോലുള്ള കുറേ പേരുണ്ട് പാഷൻ്റെ പുറത്ത് വന്ന് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഫുൾ ടൈം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യു ആർ ഓൾ പാർട്ട് ഓഫ് ദിസ് ഇൻഡസ്ട്രി. നിങ്ങൾ ഒരു പക്ഷേ 10% or 20% ആയിരിക്കും നിങ്ങളുടെ ടൈം നിങ്ങളുടെ ഏർണിംഗ് പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ബട്ട് ഡോണ്ട് വേസ്റ്റ് ദറ്റ് റിമൈനിങ് 80%. യു ഷുഡ് വർക്ക് ഫോർ ദ പ്രോജക്റ്റ് സോ ദാറ്റ് നമുക്ക് പുതിയ ഹൊറൈസൺസ് ഒക്കെ നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്തിട്ട് വി നീഡ് ടു കോൺകർ ദ വേൾഡ് ആൻഡ് വി ഹാവ് ഓൾറെഡി പ്രൂവൺ ദാറ്റ് revolution can be made from a small state like Kerala, and let us have a new beginning with this new IP. Thank you very much.